മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് എംപിമാരെ വിളിച്ചത് പിടിയിലായ ഡൽഹി സ്വദേശികൾ. പിടിയിലായ സംഘമാണ് ഡീൻ കുര്യാക്കോസിനെയും ഷാഫി പറമ്പിലിനെയും വിളിച്ചത്. പ്രതികളെ 2 ദിവസത്തിനകം കേരളത്തിലെത്തിക്കും. തട്ടിപ്പ് സംഘത്തിന് പിടികൂടിയ കേരള പോലീസിനെ അഭിനന്ദിച്ച് എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ. ആകാശ് തടത്തിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആകാശ്, എന്തായാലും പ്രതികളെ പിടികൂടിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് എത്തിച്ചേർന്നത് പോലീസ്? കേസുമായി ബന്ധപ്പെട്ട് എലത്തൂർ എം എൽ എ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് സൈബർ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. അതിൽ തന്നെ ഈ MLAയും വിളിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് പിന്നീട് ഇടുക്കി MP ആയ ഡീൻ കുര്യാക്കോസിനെയും കൂടാതെ തന്നെ വടകര MP ഷാഫി പറമ്പിലിനെയും ഇതേ സംഘം തന്നെ മൊബൈലിൽ ബന്ധപ്പെട്ട് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തെന്നുള്ള വാർത്ത പുറത്തു വന്നത്. അതിനുശേഷം കോഴിക്കോട് വയനാട് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നെന്ന് പറഞ്ഞ് ഈ പ്രതികൾ 2 പേരടങ്ങുന്ന പ്രതികൾ ഡൽഹിയിൽ നിന്നും ഇവരുമായി ബന്ധപ്പെടുകയും അതിനുശേഷം മന്ത്രിസ്ഥാനത്തിനായി 3 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായി എലത്തൂരിലെ MLA ആയുള്ള വിദ്യാ ബാലകൃഷ്ണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും ഡൽഹിയിൽ നിന്ന് നിതിൻ കുമാർ, ഗൗതം എന്നിവരെ പിടികൂടുകയുമായിരുന്നു. ഇവരുടെ കൂടുതൽ പ്രതികരണത്തിൽ നിന്നാണ് ഇവർ തന്നെയാണ് ഷാഫി പറമ്പിൽ MPയെയും കൂടാതെ ഡീൻ കുര്യാക്കോസിനെയും വിളിച്ച് ഇത്തരത്തിൽ 3 കോടി രൂപ നൽകിയാൽ മന്ത്രിസ്ഥാനം നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തത്. നിലവിൽ പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവരെ 2 ദിവസത്തിനകം കോഴിക്കോട് എത്തിക്കുകയും കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യും. അതിന്റെ ഭാഗമായി തന്നെ ഇവർ 2 പേരും ഈ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. 3 കോടി നൽകിയാൽ മന്ത്രിസ്ഥാനം നൽകാമെന്ന ഒരു ശുപാർശ ഇവർ മുന്നോട്ട് വയ്ക്കുകയും കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്ന ഇടയിൽ തന്നെ പ്രതികളെ പിടികൂടാൻ സാധിച്ചു. അതിന്റെ ഭാഗമായി തന്നെ നിലവിൽ വിദ്യാ ബാലകൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ ഈ പ്രതികളെ പിടികൂടി. കൂടാതെ തന്നെ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് MPമാരെ വിളിച്ചത് പിടിയിലായ ഡൽഹി സ്വദേശികളിൽ നിന്ന് സ്ഥിരീകരണത്തിലേക്ക് വരികയാണ്. ആകാശ് തടത്തിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.